ഗുഡ് മോർണിംഗ്. ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. വ്യത്യസ്തമായ കുറച്ച് ഇൻഫോർമേഷൻസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പകർന്നു തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. NFTOS 2020 എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട 1-2 വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു സ്മാർട്ട് ഡിജിറ്റൽ ഇൻകം പ്ലാറ്റ്ഫോമാണ്. ട്രേഡ് ആൻഡ് ഗ്രോ ടുഗദർ എന്നൊരു കൺസെപ്റ്റാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്. ഒരു ആക്റ്റീവ് ട്രേഡറായിട്ട് നമുക്ക് മാറാൻ സാധിക്കും, ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തുകൊണ്ട് വലിയ വളർച്ച ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അതിനെല്ലാം പറ്റുന്ന രൂപത്തിലാണ് NFTOS 2020 എന്ന പ്ലാറ്റ്ഫോമിനെ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതിന്റെ എല്ലാ സാധ്യതകളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ വലിയ ഒരു ഡെവലപ്മെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം നമുക്കൊന്ന് പരിശോധിക്കാം. ഇതൊരു ഡിജിറ്റൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഒരു ഇൻകം ഇക്കോ സിസ്റ്റവും അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ട്രേഡിങ്ങിലൂടെയും പലതരത്തിലുള്ള റിവാർഡ് പൂളിലൂടെയും നമുക്ക് ഇവിടെ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാം. ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് സിസ്റ്റമാണ്. ഇതിൽ എത്രമാത്രം കമ്മ്യൂണിറ്റി വരുന്നു അത്രയും സിസ്റ്റം സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കും. ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ ആർക്കും പരിശോധിക്കാം. എത്ര കാലം കഴിഞ്ഞാലും ഒരാൾക്ക് ഈ സിസ്റ്റത്തിന്റെ ഓരോ മൂവ്മെന്റ്സും നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഇതിന്റെ ഇൻകം സ്ട്രീംസ്, ഡെയിലി മന്ത്ലി ഏണിങ്സ് ഓപ്ഷൻ ഉള്ള ഇൻകം സ്ട്രീംസ്, ചെറിയൊരു എമൗണ്ട് മതി ഇതിൽ കടന്നു വരാൻ. ഒരു സ്കെയിലബിൾ ഗ്രോത്ത് ആണ്. ബിഗിനേഴ്സിനും ലീഡേഴ്സിനും ഒരുപോലെ സ്യൂട്ടബിൾ ആണ്. സാധാരണ പല പ്രൊജക്റ്റുകളും ലീഡേഴ്സിന് അവർക്ക് ടീം സെറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന രൂപത്തിലായിരിക്കും. അതേസമയം ബിഗിനേഴ്സിന് അവർക്ക് അതിന്റെ ഒരു ട്രാക്ക് ഒക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും കുറെ സമയം എടുക്കുമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു ബിഗിനേഴ്സ് ആയാലും ലീഡേഴ്സ് ആയാലും ഒരുപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന, അത് ഓരോ ട്രേഡിലൂടെയും പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഡെയിലി ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, ബിഗിനേഴ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്ര സിമ്പിൾ ആണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും. മന്ത്ലി ഏണിങ്സിലേക്കൊക്കെ എത്താൻ വളരെ ഈസിയാണ്. ഇപ്പൊ ഡെയിലിയും മന്ത്ലിയും എല്ലാം ഏണിങ്സ് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ബിഗിനേഴ്സിനും ലീഡേഴ്സിനും സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇതിനെ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. തീർച്ചയായും ഇതിന്റെ എല്ലാ വശങ്ങളും പഠിക്കണം. കൃത്യമായിട്ട് ഇതിന്റെ ഓരോ സാധ്യതകളും മനസ്സിലാക്കണം. ഞാൻ റെക്കമെൻഡ് ചെയ്തു എന്ന് കരുതി മാത്രം ഇത് ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റികൾ വരുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരണമെങ്കിൽ അതിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫോംഡ് ആകണം. നമ്മൾ അതിൽ അറിവുള്ള ആൾക്കാരായി മാറണം. അതിനുവേണ്ടി തീർച്ചയായും ഈ വീഡിയോ തരുന്ന ആളുകളെ വിളിക്കണം. തീർച്ചയായും ആ വിളിയിലൂടെ നിങ്ങൾക്ക് ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ നോളജ് ലഭിക്കുന്നുണ്ടാകും. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ആദ്യം ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരു ടോക്കൺ പോക്കറ്റ് പോലുള്ള ഒരു വാലറ്റ്, ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ കീ ഫ്രേസിനെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിന്റെ കീ ഫ്രേസ് നോട്ട് ചെയ്ത് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡിജിറ്റൽ വാലറ്റ് ആണ്. ഒരുപക്ഷെ ഡിലീറ്റ് ആയി പോകാം. ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഒരുപക്ഷെ കംപ്ലൈന്റുകൾ വരാം, നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ നമ്മുടെ ഫണ്ട്, നമ്മുടെ ട്രേഡ് എല്ലാം സേഫ് ആകാൻ ആ കീ ഫ്രേസ് മാത്രം മതി. അത് കൃത്യമായിട്ട് എഴുതി തന്നെ സൂക്ഷിക്കുക. കാരണം നഷ്ടപ്പെടുന്ന സമയത്ത് ഡിജിറ്റലി നമ്മളത് സേവ് ചെയ്ത് വെച്ചാൽ ഒരുപക്ഷെ അതും കൂടി നഷ്ടപ്പെട്ടു പോയേക്കാം. അതേസമയം ഫിസിക്കലി നമ്മളത് എഴുതി വെച്ചാൽ അത് ഒരിടത്തുണ്ടാകും. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ഡിവൈസിലേക്ക് നിങ്ങൾക്ക് ഇതേ വാലറ്റിനെ ചെയ്യാൻ സാധിക്കും, റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു സുഹൃത്തിന്റെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ NFTOS 2020 സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഡാഷ്ബോർഡിൽ മെനുവിൽ ഡാഷ്ബോർഡ് എന്ന മെനു ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു $30 കൊടുത്ത് നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം എപ്പോഴും $20 വിലയുള്ള NFTOS വാങ്ങിക്കൊണ്ടിരിക്കാം. ഇതാണ് സിസ്റ്റം പറയുന്ന കാര്യം. $20 വിലയുള്ള NFTOS എപ്പോഴും $20 ആയിരിക്കും. എത്ര കാലം കഴിഞ്ഞാലും അത് $20 തന്നെയായിരിക്കും. അങ്ങനെ ട്രേഡിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പൂളുകൾ നേടുന്ന രൂപത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനെ ഡെയിലി മന്ത്ലി ഇൻകം ഏൺ ചെയ്യുന്ന രൂപത്തിലേക്ക് നമുക്ക് എത്താം. ഇവിടെ കിട്ടാൻ പറ്റുന്ന ഇൻകം സ്ട്രീംസ് ഒന്ന് ട്രേഡിംഗ് പ്രോഫിറ്റ് ആണ്. അത് 15% ഉണ്ടാകും. വേറൊന്ന് ട്രേഡർ പൂൾ ഇൻകം ആണ്. ഡെയിലി കിട്ടുന്ന ഇൻകം ആണ്.
വേണ്ടത് ലീഡർഷിപ്പ് പൂൾ ഇൻകം ആണ്, അതും ഡെയിലി ഇൻകം ആണ്. അടുത്തത് ഫ്യൂൽ പൂൾ ഇൻകം ആണ്, അത് മന്ത്ലി ഇൻകം ആണ്. അതുകൂടാതെ നമ്മൾ സ്പോൺസർ ചെയ്യുമ്പോൾ ഓരോ ലെവലിലേക്ക് നമുക്ക് ടീം കയറി വരും. ടീമിലുള്ള ഓരോ ആൾക്കാരും ഓരോ NFT വാങ്ങുമ്പോഴും ഓരോ രജിസ്ട്രേഷൻ നടക്കുമ്പോഴും 5 ലെവലിലുള്ള ടീമിൽ നിന്ന് നമുക്ക് റെഫറൽ അഫിലിയേറ്റ് ഇൻകം ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുറെ ഇൻകം സ്ട്രീംസ് NFTOS 2020 നമുക്ക് കാണാൻ സാധിക്കും. ട്രേഡിംഗ് പ്രോഫിറ്റ് 15%. അത് നമ്മുടെ ആക്റ്റീവ് ട്രേഡിംഗ് പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ എത്ര യൂണിറ്റ് നമ്മൾ വാങ്ങി വെക്കുന്നുണ്ട്, ഓരോ യൂണിറ്റിൽ നിന്നും 15% പ്രോഫിറ്റ് കിട്ടും. അപ്പൊ നമ്മൾ 10 യൂണിറ്റ് വാങ്ങി വെച്ചു, ആ 10 യൂണിറ്റ് വിറ്റ് പോകുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുക. എന്നാൽ 1000 യൂണിറ്റ് വാങ്ങി വെച്ചാലോ, സ്വാഭാവികമായിട്ടും വിൽക്കാനുള്ള എണ്ണം കൂടി. അത് ഒരു കോമൺ ലോജിക് ആണല്ലോ, ഒരു ട്രേഡിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക് അതാണ്. കൂടുതൽ യൂണിറ്റ് നമ്മുടെ കയ്യിൽ വിൽക്കാനുണ്ടെങ്കിൽ അത് വിറ്റഴിക്കാനുള്ള സാധ്യതയും കൂടും. ഇവിടെ അതിനൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയുണ്ട്. നമ്മൾ വാങ്ങുന്ന ഒരു യൂണിറ്റ്, ആ യൂണിറ്റിന് എ എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. എ എന്ന യൂണിറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അത് സിസ്റ്റം ബേൺ ചെയ്ത് കളയും, ആ എനെ ബേൺ ചെയ്ത് കളയും. അപ്പൊ $20 കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിയത്, വാങ്ങിയ യൂണിറ്റ് ബേൺ ആയി. പകരം സിസ്റ്റം A1 A2 എന്ന 2 യൂണിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പൊ അതിന്റെ വാല്യൂ എന്തായിരിക്കും? $10 ആയിരിക്കും അല്ലെ? കാരണം $20 കൊടുത്തതിൽ കിട്ടിയ 2 എണ്ണമാണ്. സോ ഓരോന്നിനും $10 വീതമായിരിക്കും വാല്യൂ. അപ്പൊ A1 $10 ആണ്, B1 10, A2 $10 ആണ്. എ ബേൺ ആയി, നമുക്ക് കിട്ടിയത് A1 A2 ആണ്. A1 $10, A2 $10. അത് ഹോൾഡ് എന്ന സ്റ്റാറ്റസിലായിരിക്കും ഇരിക്കുക. ആദ്യത്തെ യൂണിറ്റ് വാങ്ങുമ്പോൾ അത് ഹോൾഡിൽ നിൽക്കുകയേ ഉള്ളൂ. 15 മിനിറ്റ് ശേഷമാണ് അടുത്ത NFT നമ്മൾ വാങ്ങേണ്ടത്. ആ വാങ്ങിയത് B ആണെന്ന് വിചാരിക്കൂ. ബിനെ സിസ്റ്റം എന്ത് ചെയ്യും? ബേൺ ചെയ്യും. പകരം B1 B2 എന്ന 2 NFTs ക്രിയേറ്റ് ചെയ്ത് തരും. അതിന് $10 ആയിരിക്കും വാല്യൂ ഉണ്ടാക്കുക. അത് ഹോൾഡിൽ വെക്കും. അത് ഹോൾഡിൽ നിൽക്കുമ്പോൾ മുമ്പ് ഹോൾഡിൽ ഇരുന്ന A1 A2 ഫോർ സെയിൽ സ്റ്റാറ്റസിലേക്ക് മാറും. അതായത് വിൽക്കാനുള്ള ക്യൂവിലേക്ക് അത് കയറും. അവിടെ A1 A2 $10 മൂല്യമുള്ളതാണ്, പക്ഷെ വിൽക്കാനായിട്ട് അത് പോകുന്നത് $20. അപ്പൊ $10 മൂല്യമുള്ള A1 $20 വിറ്റ് പോകാൻ വേണ്ടി പോകുന്നു. A2 $10 മൂല്യം, അതും $20 വിറ്റ് പോകാൻ പോകുന്നു. സോ A1 ഉം A2 ഉം ക്യൂവിൽ കയറി. ക്യൂവിൽ ആദ്യത്തെ 5 എണ്ണമാണ് മാർക്കറ്റ് പ്ലേസിൽ എപ്പോഴും ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ആ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ബൈ ചെയ്യപ്പെട്ടാൽ 6ാമത്തത് 5ലേക്ക് വരും. ഒരു 3 എണ്ണം ബൈ ചെയ്യപ്പെട്ടാൽ ആ ബാക്കിലുള്ളത് ഫ്രണ്ടിലേക്ക് വരും. അങ്ങനെ ആദ്യത്തെ 5 എണ്ണം എപ്പോഴും ക്യൂവിൽ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനെ ബൈ ചെയ്ത് പോകുന്നതനുസരിച്ച് നമ്മളും നമ്മുടെ യൂണിറ്റും മുമ്പിൽ വന്നു. അങ്ങനെ A1 ഉം A2 ഉം മാർക്കറ്റ് പ്ലേസിൽ ആദ്യത്തിലെത്തി. ആരോ വാങ്ങിയിട്ട് പോയി. ഒരാൾ വാങ്ങുന്നത്, A1 വാങ്ങുന്നത് $20 കൊടുത്തിട്ടാണ്. അപ്പൊ തന്നെ സിസ്റ്റത്തിൽ $20 കിട്ടി. അതിൽ $10 A1ന്റെ ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റൽ എമൗണ്ട് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന എമൗണ്ടിലേക്ക് തരും. പിന്നെയും സിസ്റ്റത്തിൽ ഒരു $10 പ്രോഫിറ്റ് ആയി വിടുന്നുണ്ട്. ആ ഭാഗത്തിൽ നിന്ന് ഒരു $1.5 നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ ഭാഗത്തിന് കിട്ടും. അതാണ് 15% പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ A2 സെല്ലാകുമ്പോഴോ അങ്ങനെ തന്നെയാണ്, $11.5 കിട്ടും. സോ $3 നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ സാധിച്ചു. $20 ക്യാപിറ്റൽ എമൗണ്ട് ആണ്. ആ ക്യാപിറ്റൽ എമൗണ്ട് ഉപയോഗിച്ച് നമ്മൾ അടുത്ത NFT വാങ്ങണം. സിസ്റ്റത്തിന്റെ ഒരു ഓപ്പറേഷൻ ബേസ്ഡ് ഓൺ ആക്റ്റീവ് ട്രേഡിംഗ് പെർഫോമൻസ് എന്ന് മീൻ ചെയ്യുന്നതാണ്. നമ്മുടെ ട്രേഡിംഗ് പെർഫോമൻസ് എത്രയാണ്, എത്രമാത്രം സ്പീഡിൽ നമുക്ക് NFTs വാങ്ങാൻ സാധിക്കും, ഓരോ 15 മിനിറ്റിലും വാങ്ങാൻ പറ്റുന്നുണ്ടോ? പക്ഷെ നമുക്കെല്ലാം പരിമിതമായ ഒരു ഫണ്ട് സോഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്നത് എത്ര എണ്ണമാണോ അത്രയും വാങ്ങുക. 10 വാങ്ങാൻ പറ്റുമോ വാങ്ങിക്കൊള്ളുക, 15 ആണോ വാങ്ങാൻ പറ്റിയത് വാങ്ങിക്കൊള്ളുക, 100 വാങ്ങാൻ പറ്റുമോ വാങ്ങിക്കൊള്ളുക, 1000 വാങ്ങാൻ പറ്റുമോ വാങ്ങിക്കൊള്ളുക. ഈ കപ്പാസിറ്റി എത്രമാത്രം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം പ്രോഫിറ്റ് സാധ്യതയും കൂടും. 15% ട്രേഡിംഗ് പ്രോഫിറ്റ്. അത് ചെറിയ സബ്ജക്റ്റ് അല്ല. നമുക്ക് വ്യത്യസ്തമായ ഏത് മേഖലയിൽ പോയാലും അത്രയും ഒരു പ്രോഫിറ്റിനുള്ള സാധ്യത നമുക്ക് അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് സാധിക്കും. അങ്ങനെ വാങ്ങുമ്പോൾ 10 NFTs വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡർ പൂൾ ഷെയർ പോയിന്റ് നേടാൻ സാധിക്കും. 10 NFTs വാങ്ങണം, 24 മണിക്കൂറിനുള്ളിൽ വാങ്ങണം. 24 മണിക്കൂർ കൗണ്ട് ചെയ്യപ്പെടുന്നത് എല്ലാ ദിവസവും 5:29 AM മോർണിംഗിലാണ്. ഏർലി മോർണിംഗ് 5:29 ഇന്ത്യൻ ടൈം സമയമാണ് പറയുന്നത്. ഈ സമയത്ത് ഒരു കട്ട് ഓഫ് ടൈം ഉണ്ട്. അപ്പൊ അതിന് മുമ്പ് വാങ്ങുന്ന സമയം ഇന്നിപ്പോ 5:30 മുതൽ നാളെ 5:29 വരെയുള്ള സമയം. ഇതിനുള്ളിൽ 10 NFTs ഒരാൾക്ക് വാങ്ങാൻ പറ്റുമോ?
അപ്പോൾ 15 മിനിറ്റ് കൂടെ നമ്മൾ വാങ്ങേണ്ടത് $20 വാല്യൂ ഉള്ള യൂണിറ്റ് ആണ് വാങ്ങേണ്ടത്. 10 വാങ്ങണം, അത്രേ ഉള്ളൂ. ഒരു പോയിന്റ് കിട്ടും. ആ ഒരു പോയിന്റിന് നമുക്കൊരു റവന്യൂ ഉണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, സിസ്റ്റത്തിൽ ഓരോ NFT ബൈ നടക്കുമ്പോൾ ഒരു $1.5 ഈ പൂളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും. 1.5 USDT per NFT ബൈ. അങ്ങനെ ഗ്ലോബലി എത്ര NFT നടക്കുന്നു, ഇന്ന് എത്ര NFT നടന്നിട്ടുണ്ട്, അതിൽ നിന്ന് $1.5 ചേർന്ന് വരുന്നതാണ് സംഖ്യ, ടോട്ടൽ ഫണ്ട്. 10 NFT ഒരു പോയിന്റ്, അതായത് ഒരു പോയിന്റിന് മിനിമം $15 ഉണ്ടെന്ന് അർത്ഥം. എന്തുകൊണ്ടാ? ഓരോന്നിൽ നിന്ന് $1.5 മാറ്റി വയ്ക്കുന്നത്. അപ്പൊ വരുന്ന എല്ലാവരും 10 NFT വീതം മാത്രം വാങ്ങുന്ന അവസ്ഥയാണെങ്കിൽ എല്ലാവരും പോയിന്റ് നേടും അല്ലേ? എങ്കിൽ $15 ഉറപ്പായിട്ടും ഒരു പോയിന്റിന് വാല്യൂ ഉണ്ടാകും. പക്ഷെ എല്ലാവരും കറക്റ്റ് 10 വാങ്ങണമെന്നില്ല. ചിലപ്പോൾ 12 വാങ്ങുന്നവരുണ്ടാവും, ചിലപ്പോൾ 9 വാങ്ങുന്നവരുണ്ടാവും, ചിലപ്പോൾ 2 വാങ്ങുന്നവരുണ്ടാവും. ഡിപ്പെൻസ്. മാർക്കറ്റിൽ ഓരോരുത്തരുടെയും സ്ട്രാറ്റജി ഡിഫറെന്റ് ആയിരിക്കും. ഉദാഹരണം, ഒരു 400 NFT ബൈ നടന്നു എങ്കിൽ പൂൾ ഫണ്ടായിട്ട് $600 വന്നു. 10 പോയിന്റേ നേടിയിട്ടുള്ളൂ എങ്കിൽ 600 ഡിവൈഡ് ബൈ 10, $60 ആയിരിക്കും ഒരു പോയിന്റിന്റെ വാല്യൂ. ഇതുവരെയുള്ള എക്സ്പീരിയൻസ് നോക്കുമ്പോൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ 20, 21, 22 ആ റേഞ്ചിലൊക്കെയാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. ചില ദിവസങ്ങളിൽ 50, 52, 81 വരെയൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ പെർഫോമൻസ് അങ്ങനെയാണ് പോവുക. സോ കമ്മ്യൂണിറ്റി എത്രമാത്രം വലുതാകുന്നു, ചെറിയ ചെറിയ ബയേഴ്സ് കൂടുകയും ട്രേഡേഴ്സിന്റെ എണ്ണം കൂടുകയും ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ആക്റ്റീവ് ട്രേഡേഴ്സ്, കൂടുതൽ നന്നായിട്ട് യൂണിറ്റ്സ് വാങ്ങുന്ന ആക്റ്റീവ് ട്രേഡേഴ്സ്, അവർക്ക് കൂടുതൽ റിവാർഡ് കിട്ടുന്ന സാഹചര്യത്തിലായിരിക്കും ഈ ട്രേഡർ ഫുൾ ഷെയർ ഉണ്ടാകുക. വളരെ ബ്യൂട്ടിഫുൾ ആയ സംഖ്യയാണ്. അത് പിറ്റേ ദിവസം എന്ന് കട്ട് ഓഫ് ആകുന്നു അന്ന് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കും. വേറൊന്നാണ് ലീഡർഷിപ്പ് പൂൾ ഷെയർ എന്ന് പറയുന്നത്. അത് ലീഡേഴ്സിന് കിട്ടുന്ന ഒരു ഇൻകമാണ്. അതിന് 20 NFTs നമ്മുടെ ഫസ്റ്റ് ലെവലിൽ ബൈ നടക്കണം. അപ്പൊ ലീഡർ ആരാണ്? കുറച്ച് പേരെ ട്രേഡേഴ്സ് ആയിട്ട് കൊണ്ടുവരുന്നവരാണ് ലീഡർ. അദ്ദേഹത്തിന് എന്താണ് വേണ്ടെന്നറിയോ? $30 രജിസ്ട്രേഷൻ വേണം, ഒരു NFT വാങ്ങണം, അപ്പോഴാണ് ഇൻവൈറ്റ് ലിങ്ക് കിട്ടുക. രണ്ടാമത്തെ NFT വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ NFT ഫോർ സെയിൽ പോയിട്ടുണ്ടാകും. അപ്പൊ ഒരു 2 NFT വാങ്ങാനുള്ള പൈസയും ഒരു $30 ഉണ്ടെങ്കിൽ ഒരു ലീഡർക്ക് ഇത് സിസ്റ്റത്തിൽ കടന്നു വരാം. $70 ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ട് ഒരു ലീഡർഷിപ്പ് പൂൾ ഷെയർ വാങ്ങുന്ന രൂപത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് വിചാരിക്കാം. എന്തായിരിക്കും സംഭവിക്കുക? അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലൈനിൽ ഒരു 5 പേരെ സ്പോൺസർ ചെയ്തു. ഓരോരുത്തരും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് 2, 5, 10 എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി. പക്ഷെ 20 NFTs ട്രേഡ് അവിടെ നടന്നു. ഈ 5 പേര് കൂടി 20 NFTs ട്രേഡ് നടന്നു എങ്കിൽ ഒരു പോയിന്റ് ഈ ലീഡർക്ക് കിട്ടും. ഒരു പോയിന്റിന് മിനിമം വാല്യൂ ഉണ്ട് $30. കാരണം അവിടെയും $1.5 വീതമാണ് സിസ്റ്റം മാറ്റിവെക്കുന്നത്. പക്ഷേ ഇവിടെയും ഒരു സാധ്യതയുള്ളത് കറക്റ്റ് ഫസ്റ്റ് ലെവലിൽ 20 NFTs കംപ്ലീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്താതിരിക്കുന്ന ലീഡേഴ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഉദാഹരണം, ഒരു 1700 NFTs ട്രേഡ് നടക്കുന്ന ഒരു ദിവസം, അതിലൊരു 100 ലീഡേഴ്സിന്റെ ഫസ്റ്റ് ലെവലിൽ 11 NFTs ഇത് നടന്നു എങ്കിൽ 1100 NFTs ആണ് അവിടെ നടന്നത്. ഒരു 20 ലീഡേഴ്സിന് അവരുടെ ഫസ്റ്റ് ലെവലിൽ 30 NFTs ട്രേഡ് നടന്നു. 20 ഒരു പോയിന്റ് ഉള്ളൂ, 30 അങ്ങനെ പ്രത്യേകിച്ച് പോയിന്റ് ഇല്ലല്ലോ. 40 ആയിരുന്നെങ്കിൽ 2 പോയിന്റ് കിട്ടിയാൽ, 30 ആയതുകൊണ്ട് 20 പോയിന്റ് ജനറേറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ 20 ലീഡേഴ്സിന് 30 NFTs ട്രേഡ് നടന്നു എന്ന് വെച്ചാൽ അർത്ഥം 600 NFTs ട്രേഡ് നടന്നു എന്നാ. മൊത്തം 1700 NFTs ആയി. അവിടെ ഫണ്ട് എത്രയായി? $2550 ഫണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ പോയിന്റ് ജനറേറ്റ് ചെയ്തത് ഒരു 20 മാത്രമാണ്. കാരണം 20 പേർക്കാണ് ഫസ്റ്റ് ലെവലിൽ 20 NFTs ട്രേഡ് നടന്നിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു പോയിന്റ് $127 ആയി. $70 മുടക്കി കടന്നു വന്ന ഒരു ലീഡറാണ്. പക്ഷെ അദ്ദേഹം ബ്രില്യൻ്റ് ആയിട്ട് അദ്ദേഹം യൂസ് ചെയ്തപ്പോൾ അതിന് മാക്സിമം റെഫറൽ സ്പോൺസർ ചെയ്യുക, ടൈമിങ്ങിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാകുക, ഗ്ലോബൽ വോളിയം എന്താണെന്ന് ട്രാക്ക് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഗ്ലോബൽ വോളിയം നന്നായിട്ട് വരുന്നുണ്ട്, ഒരു പോയിന്റ് നേടിയാൽ അത്യാവശ്യം പൈസ കിട്ടും എങ്കിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് 20 NFTs ഫസ്റ്റ് ലെവലിൽ ട്രേഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് ഈ സിസ്റ്റത്തെ ഒന്ന് ഗൈഡ് ചെയ്താൽ മതി. അതിന് പറ്റുന്ന കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കുന്ന ഏതൊരു ലീഡറും കൈ നിറയെ പണം സമ്പാദിക്കുന്ന ലീഡർ ആയിരിക്കും. ഇത് കൂടാതെ എല്ലാ ലീഡേഴ്സിനും നേടാൻ പറ്റുന്ന ഒരു മന്ത്ലി സാലറി ഉണ്ട്. അത് വരുന്നത് $30 രജിസ്ട്രേഷന് ബേസ് ചെയ്തിട്ടാണ്. ഒരു $30 സിസ്റ്റത്തിൽ വരുമ്പോൾ സിസ്റ്റം ആ കൊടുത്ത ആൾക്ക് കൊടുക്കുന്നത് ഒരു $120 ഇൻകം ലിമിറ്റ് ആണ്. പക്ഷെ $30 നിന്ന് ഒരു $2 മാറ്റി വെച്ച്
ഒരു ഫണ്ട് സിസ്റ്റം അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു മാസം എത്തുമ്പോൾ 1-ാം തീയതി മുതൽ ആ മാസത്തെ ഏറ്റവും അവസാന ദിവസം, ഇപ്പൊ ഫെബ്രുവരി മാസമാണ്, 28-ാം തീയതി ക്ലോസിംഗ് ആവും. അതായത് 22-ാം തീയതി ക്ലോസിംഗ് എപ്പോഴായിരിക്കും? മാർച്ച് 1-ാം തീയതി വെളുപ്പിന് 5:29 ഇന്ത്യൻ സമയം. മാർച്ചിലാണെങ്കിലോ ഏപ്രിൽ 1-ാം തീയതി വെളുപ്പിന് 5:29 അപ്പൊ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള കാൽക്കുലേഷൻസ് ആണ് മാർച്ചിൽ നോക്കുക. ഫെബ്രുവരിയിലാണെങ്കിൽ 1-ാം തീയതി മുതൽ 28 വരെയുള്ള കാൽക്കുലേഷൻ. ആ സമയത്തിൽ എത്ര $30 ഫ്യൂലിംഗ് നടന്നിട്ടുണ്ട്, അതായത് പുതുതായിട്ട് രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട്. $120 എത്തുമ്പോൾ എല്ലാവരും വീണ്ടും ലിമിറ്റ് കിട്ടാൻ വേണ്ടി 30 വീണ്ടും ചെയ്യും. റീഫ്യൂലിംഗ് എന്ന് പറയും. അങ്ങനെ ഫ്യൂലിംഗ് ആൻഡ് റീഫ്യൂലിംഗിലൂടെ അക്യുമുലേറ്റ് ചെയ്യുന്ന എമൗണ്ട്, ആ എമൗണ്ട് ആണ് ഫ്യൂൽ പൂൾ ഇൻകം ആയിട്ട് മന്ത്ലി സാലറി ആയിട്ട് സിസ്റ്റം കൊടുക്കുന്നത്. അവിടെ അത് നേടാൻ ഒരാൾക്ക് വേണ്ടത് 10 രജിസ്ട്രേഷൻ ഇൻ ഫസ്റ്റ് ലെവൽ. ഫസ്റ്റ് ലെവലിൽ പുതിയ 10 രജിസ്ട്രേഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ 10 റീഫ്യൂലിംഗ് ഉണ്ടായാലും മതി. ഉദാഹരണം, ഒരാൾ ഒരു 5 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 പേരെ സ്പോൺസർ ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിന് 5 ആക്ടിവേഷൻസ് ആണ് നടന്നത്. പക്ഷെ ആ 5 പേരും വളരെ ആക്റ്റീവ് ആയിരുന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും $30 വെച്ച് വീണ്ടും റീബൈ ചെയ്തു. സോ 30 ആദ്യം ചെയ്തപ്പോൾ 5 കൗണ്ട് ചെയ്തു, വീണ്ടും ചെയ്തപ്പോൾ 5 വീണ്ടും കൗണ്ട് ചെയ്തു. സോ 10 പോയിന്റ് ആയി. ഒരു ഫ്യൂൽ പൂൾ പോയിന്റ് ഇൻകം കിട്ടും. ആ ലീഡർക്ക് ആ മാസം സാലറി ഉറപ്പാണ്. വേറെ എക്സാമ്പിൾ, ഈ 5 പേരിൽ ഒരാൾ മാത്രം ആക്റ്റീവ് ആണ്. അദ്ദേഹം മാസത്തിൽ ഒരു $1,200 സമ്പാദിക്കുന്നു. $120 $30 ചെയ്യണം അല്ലെ? അപ്പൊ $1,200 $300 ചെയ്യണം. 30 എന്ന് പറയുന്നത് ഒരു കൗണ്ട് ആണ്, 300 എന്ന് പറയുന്നത് 10 കൗണ്ട് ആണ്. 10 കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ആണ്. സോ ഫ്യൂൽ പൂൾ ഇൻകം നേടാൻ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും സാധിക്കും. ഇതാണ് സിസ്റ്റത്തിന്റെ പവർ എന്ന് പറയുന്നത്. ഇനിയാണ് നമുക്ക് ഓരോ NFTs നടക്കുമ്പോൾ കിട്ടുന്ന ഇൻകം. ഇപ്പൊ ഫസ്റ്റ് ലെവലിൽ നമ്മൾ എത്ര പേര് സ്പോൺസർ ചെയ്യുന്നുണ്ട്, അവരെല്ലാവരും എത്ര NFT വാങ്ങുന്നുണ്ട്. ഒരു NFT വാങ്ങിയ അപ്പൊ തന്നെ $0.5 നമുക്ക് ഇൻകം ആണ് ഓൺ സ്പോട്ടിൽ. അപ്പൊ ഒരു 500 NFT ഉണ്ടെങ്കിലോ $250 കിട്ടും. 10 NFT ആണെങ്കിലും $5 കിട്ടും. 5000 NFT ഉണ്ടെങ്കിലും $2,500 കിട്ടും. ഫസ്റ്റ് ലെവലിൽ എത്ര NFTs നമുക്ക് ട്രേഡ് കൊണ്ടുവരാൻ പറ്റും? ഇവിടെ കൊണ്ടുവന്ന ട്രേഡിന്റെ അഡ്വാൻറ്റേജ് ആ ട്രേഡ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എടുക്കും, ക്യാപിറ്റൽ കൊണ്ട് റീബൈ ചെയ്യും. അപ്പൊ 5000 NFTs ട്രേഡ് കൊണ്ടുവന്നാൽ അവർക്കെല്ലാം പ്രോഫിറ്റ് കിട്ടി കഴിയുമ്പോൾ പ്രോഫിറ്റ് വിഡ്രോ ചെയ്തിട്ട് 5000 കൊണ്ട് റീബൈ ചെയ്യാണ്. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? $2,500 എന്നുള്ളത് ഒരു ഫിക്സഡ് ഇൻകം ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്, ഒരു ഫിക്സഡ് ഇൻകം ഉണ്ടാക്കണം. ഗവൺമെന്റ് ജോലിക്കൊക്കെ ആൾക്കാർ ശ്രമിക്കുന്നതിന് കാരണം ഇതാണ്, ഒരു ഫിക്സഡ് ഇൻകത്തിലേക്ക് നമ്മൾ എത്തണം. ഇങ്ങനെ കൃത്യമായിട്ടൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെഗുലർ റവന്യൂ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകണം. ഇത് NFT 2020 പോസിബിൾ ആണ്. അപ്പൊ ലെവൽ 2-ൽ $0.3 ഉണ്ട്, ലെവൽ 3-ൽ $0.3 ഉണ്ട്, ലെവൽ 4-ൽ $0.2 ഉണ്ട്, ലെവൽ 5-ൽ $0.2 ഉണ്ട്. ഇതൊന്നും കൂടാതെ ഓരോ $30 ഫ്യൂലും റീഫ്യൂലും നടക്കുമ്പോൾ ആ ലെവലിൽ നിന്നെല്ലാം $1 ഇതും വീണ്ടും കിട്ടും. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ $120 ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഫ്യൂൽ പൂൾ ഇൻകം അതിൽ വരില്ല. അത് ആ $120 ലിമിറ്റിൽ പെടാതെ ഒരു മന്ത്ലി സാലറി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സോ ഒരു വലിയൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. എങ്കിൽ ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? സാധാരണ നമുക്കൊരു ഷോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം ഓപ്പർച്യൂണിറ്റി കിട്ടി. ഒരാൾ ഗൾഫിൽ പോയി. ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഓഫീസ് ഡ്യൂട്ടി ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇടയ്ക്ക് കുറച്ച് നാള് ഒരു സാംസങ് എന്ന കമ്പനിയിലേക്ക് റെന്റൽ പോകാൻ സാധിച്ചു. ഒരു മാൻ പവർ സപ്ലൈയുടെ ഭാഗമായിട്ട് റെന്റൽ പോകാൻ സാധിച്ചു. അവിടെ ഓരോ മണിക്കൂറിനുമാണ് കാശ്. മണിക്കൂറിന്റെ കാശ് കമ്പനിക്കാണ് കിട്ടുക. പക്ഷെ ആ മണിക്കൂറുകൾ കൗണ്ട് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം കൂടി എന്നുള്ളതാണ്. കാരണം നമ്മുടെ ബേസിക് സാലറി വെച്ചിട്ട് 8 മണിക്കൂർ പണിയെടുക്കുന്നതിനാണ് നമുക്ക് കമ്പനി ശമ്പളം തരുന്നത്. അതിൽ കൂടുതൽ വർക്ക് ചെയ്താൽ അത് ഓവർ ടൈം ആണ്. ഓവർ ടൈമിന് എക്സ്ട്രാ വാല്യൂ ഉണ്ട്. സോ എങ്ങനെ മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കാം? അന്നത്തെ ദിവസം ആ സമയങ്ങളിലെല്ലാം 3-3.5 മണിക്കൂർ മാത്രമേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. കാരണം അവിടെ നമ്മൾ പോയത് പണം ഉണ്ടാക്കാനാണ്. സോ NFT 2020 പ്ലാറ്റ്ഫോമിൽ നമ്മൾ കടന്നു വന്നു കഴിയുമ്പോൾ എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ റെഫറൽ ഇൻകം മാത്രം. നമ്മുടെ ഫസ്റ്റ് ലെവലിൽ ഒരു 5000 NFTs ട്രേഡ് കൊണ്ടുവരുന്ന രൂപത്തിൽ നമ്മൾ വർക്ക് ചെയ്യാം. 5000 NFTs എങ്ങനെ ട്രേഡ് കൊണ്ടുവരാം?
അതിന് എത്രമാത്രം ആളുകളിലേക്ക് ഈ ആശയം എത്തിക്കാൻ പറ്റും? ഒന്ന് ശ്രമിച്ചാൽ ആ 5000 NFTs ട്രേഡ് വഴി $0.5 വീതം കിട്ടുമ്പോൾ $2500 ആദ്യത്തെ ട്രേഡ് കിട്ടും. ആ ട്രേഡ് കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാ? ആ യൂണിറ്റ്സ് സെല്ലായി അവർ പ്രോഫിറ്റ് വിഡ്രോ ചെയ്ത് റീബൈ ചെയ്യുമ്പോഴാണ്. അപ്പൊ രണ്ടാമത്തെ ട്രേഡായി. രണ്ടാമത്തെ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യും. രണ്ടാമത്തെ ട്രേഡിലേക്ക് കടന്നു വരുമ്പോഴും ഇതേ 2500 കിട്ടുകയാണ്. മൂന്നാമത്തെ ട്രേഡിലോ അതേ 2500 കിട്ടും. അങ്ങനെ ഓരോ ട്രേഡ് നടക്കുമ്പോഴും $2500 ഫിക്സഡ് ആയി. സോ ആ ഒരു സാഹചര്യം ആൾക്കാർക്കെല്ലാം ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ. അവരുടെ കൂടെ നിന്നാൽ അവരുടെ സെക്കൻഡ് ലെവൽ, അവരുടെ ഫസ്റ്റ് ലെവൽ, നമ്മുടെ സെക്കൻഡ് ലെവൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഫോക്കസ് ചെയ്യുക. ആ സെക്കൻഡ് ലെവൽ ഒരു 5000 NFTs ബിൽഡ് ചെയ്യുന്ന രൂപത്തിലേക്ക്. എങ്കിൽ $0.3 വെച്ചിട്ട് $1500 അവിടെ നമുക്ക് ലഭിക്കും ഓരോ ട്രേഡിലും. ലെവൽ 3ലേക്ക് വരുമ്പോൾ അവിടെ $0.3 അവിടെയുണ്ട്. അവിടെ നിന്നും $1500 ലഭിക്കും. ലെവൽ 4ലേക്ക് വരുമ്പോൾ അവിടെ $0.2 ആണ്. അവിടെ നമ്മളൊന്ന് ശ്രമിച്ച് ഒരു 5000 NFTs ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ സിസ്റ്റത്തെ എത്തിച്ചാൽ സ്വാഭാവികമായിട്ടും $1000 അവിടെ നിന്ന് ലഭിക്കും. ലെവൽ 5 നിന്ന് ലഭിക്കും ഇതുപോലെ $1000. സോ ടോട്ടൽ കൂട്ടുമ്പോൾ $7500 ആയി. എന്ത് മാത്രമാണിത്? ലെവൽ ഇൻകം മാത്രം. NFTs ബൈ ആൻഡ് റീബൈയിലൂടെ കിട്ടുന്ന ലെവൽ ഇൻകം മാത്രം. നമുക്ക് ട്രേഡർ പൂൾ ഇൻകവും ലീഡർഷിപ്പ് പൂൾ ഇൻകവും ഫ്യൂൽ പൂൾ ഇൻകം ഒക്കെ വേറെ ഉണ്ട്. രജിസ്ട്രേഷന്റെ റെഫറൽ ഇൻകം വേറെ ഉണ്ട്. ജസ്റ്റ് NFTs ട്രേഡിലൂടെ മാത്രം കിട്ടുന്ന ഇൻകത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ആർക്ക് കിട്ടും? ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മാത്രം. അല്ലാതെ ഒരു $30 ഇട്ടിട്ട് കടന്നു വന്നാൽ ഇത് കിട്ടുമോ? കിട്ടൂല. കിട്ടണമെങ്കിൽ ഇതനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ വരുന്ന എല്ലാവരും ഹാപ്പി ആവൂ? തീർച്ചയായും ഹാപ്പി ആകും. അതിനുള്ള സാഹചര്യമുണ്ട്. ഇനി $7500 നമുക്ക് വരുമാനം കിട്ടി. നമുക്ക് $7500 വിഡ്രോ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ലിമിറ്റ് ഉണ്ടാകണം. ലിമിറ്റ് എങ്ങനെയാണ്? $30 $120 ആണ്. അപ്പൊ $7500 നമുക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീബൈ ചെയ്ത് നമ്മുടെ ലിമിറ്റ് എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. അതിനുള്ള പൈസ തുടക്കത്തിൽ കണ്ടെത്തേണ്ടി വരുമോ? ഇല്ല. തുടക്കത്തിൽ $30 മാത്രം മതി. 120 വിഡ്രോ ചെയ്താൽ മാത്രമേ വീണ്ടും 30 ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ശരിയല്ലേ? അപ്പൊ $7500 വിഡ്രോ ചെയ്യണമെങ്കിൽ $120 എന്ന ക്രമത്തിൽ നോക്കിയാൽ 63 പ്രാവശ്യം നമ്മൾ റീബൈ ചെയ്യേണ്ടി വരും. ഈ 63 × 30 ഏകദേശം $1890 നമ്മൾ റീബൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. സോ 7500 നിന്ന് 1890 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് $5610 ആണ്. ഇന്ത്യൻ രൂപയുടെ ടേംസിൽ പറയുമ്പോൾ $5610 ഒരു 96 രൂപ റേഞ്ചിൽ കൗണ്ട് ചെയ്താൽ 5,38,560 രൂപ. സുഹൃത്തുക്കളെ, ഇവിടെയാണ് നമ്മുടെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ നമ്മുടെ പ്രായം, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ അസസ് ചെയ്യാം. എന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് ഞാൻ അസസ് ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാളാണ്. സോഫ്റ്റ്വെയർ പ്രോഗ്രാമറാണ്. ഒരു സോഫ്റ്റ്വെയറിനെ തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ IT മേഖലയിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ ഇന്നും ജോലി എലിജിബിൾ ആണ്. പക്ഷെ എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന പെർഫോമൻസ് എത്രമാത്രമായിരിക്കാം? ഇപ്പൊ എന്റെ ഏജ് വെച്ചിട്ട് ഇനി ഏത് കമ്പനി ആയിരിക്കും എന്നെ സ്വീകരിക്കുക? കുറെ ചോദ്യങ്ങൾ എന്റെ മുമ്പിൽ തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതൊന്നുമില്ല. നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മൾ ആരാണെന്നോ പോലും ചോദിക്കുന്നില്ല. നമുക്ക് ഈ സിസ്റ്റത്തിന്റെ സാധ്യത മനസ്സിലായി, ഏറ്റെടുക്കാൻ തയ്യാറായി. ഇതിന്റെ ട്രേഡിലൂടെ ഒരു 15% പ്രോഫിറ്റ് എടുക്കാവുന്ന സാധ്യത മനസ്സിലാക്കി കൊടുത്താൽ ട്രേഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ മാർക്കറ്റിലുണ്ട്. അവരൊന്ന് ബോധ്യപ്പെടുത്തിയാൽ ഒരു 5,38,000 ഒരു മാസം വരുമാനം കിട്ടുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഏത് ലെവലിൽ നമ്മൾ കാണണം, ഏറ്റെടുക്കണം? സുഹൃത്തുക്കൾ, നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, പഠിക്കാൻ തയ്യാറാകുക. തീർച്ചയായും ട്രേഡർ പൂളും ലീഡർഷിപ്പ് പൂളും ഫ്യൂൽ പൂളും എല്ലാം വരുമ്പോൾ ഈ പറയുന്ന വരുമാനമല്ല പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത്. ട്രേഡിംഗ് പ്രോഫിറ്റ് കടന്നു വരുമ്പോൾ ഈ പറഞ്ഞ വരുമാനമല്ല നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നത്. ഒരു മാസത്തെ നമ്മുടെ ഇൻകം എത്രയാ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ആ രൂപത്തിലേക്ക് ഈ സിസ്റ്റത്തിൽ ആർക്കെല്ലാം കടന്നു വരാം? ട്രേഡേഴ്സ് ആയ ആൾക്കാരുണ്ട്. ഇപ്പോ സ്റ്റോക്കിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ക്രിപ്റ്റോയിലും അതുപോലെ ഫോറക്സിലെല്ലാം ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഏണിങ്സ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ആ ഏണിങ്സിന്റെ പരിമിതി അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇവിടെ പരിമിതി ഇല്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു ന്യൂസോ മറ്റു കാര്യങ്ങളൊന്നും നമ്മളെ വാച്ച് ചെയ്യാതെ സിമ്പിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും, പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒരു 15% ഒരു 3 മാസത്തിൽ പ്രോഫിറ്റ് എടുത്താൽ പോലും ഒരു വർഷത്തിൽ എത്ര പ്രോഫിറ്റ് ആയി? 60% പ്രോഫിറ്റ് ആയി. ഒരു വർഷം 60%. ഇന്ന് എത്ര ട്രേഡർമാര് അവരുടെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്? പ്രോഫിറ്റ് ഒരു ദിവസം 60% എടുത്ത സമയം വരെ ഒരു പക്ഷേ ഉണ്ടാകാം.
പക്ഷേ പല ദിവസങ്ങളിലും നഷ്ടങ്ങൾ വരുന്നുണ്ട്. ആവറേജ് എടുത്ത് നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് പോലും പറയുന്നത്, വലിയ ഓർഗനൈസേഷൻ, ലക്ഷക്കണക്കിന് ആൾക്കാർ പണിയെടുക്കുന്ന ഓർഗനൈസേഷൻ, അവരും പറയുന്നത് ഒരു വർഷത്തിൽ 10% ആവറേജ് ആണ്. ആവറേജ് 10%. അവിടെ 3 മാസത്തിലുള്ള ട്രേഡ് നടന്നാൽ പോലും 15% എന്ന് പറയുമ്പോൾ ട്രേഡിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോലും ഒരു വർഷത്തിൽ സുഖമായിട്ട് 60% സമ്പാദിക്കാം. മാസത്തിലാണെങ്കിലോ 180% സമ്പാദിക്കാം. ട്രേഡ് ഒരിക്കലും ഇത്ര സമയം കൊണ്ട് നടക്കും എന്നൊരു ഗ്യാരണ്ടി ഒന്നും ഒരു രംഗത്തും പറയാൻ പറ്റില്ല. പക്ഷേ കമ്മ്യൂണിറ്റി കൂടിയാൽ, വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാൽ ഈ സിസ്റ്റത്തിൽ വേറെ ഒരു ജോലിയുമില്ല. വാങ്ങുന്നത് മുഴുവനും 2 ഹോൾഡിൽ വെച്ച് ബാക്കിയെല്ലാം ഫോർ സെയിൽ പോയിക്കൊണ്ടിരിക്കും. 1000 NFTs നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2000 NFTs നമുക്ക് വേണ്ടി സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് തരും. അതിൽ 2 മാത്രം ഹോൾഡിൽ നിൽക്കും. ബാക്കി 1998 NFTs ക്യൂവിലുണ്ടാകും. 2 NFT മാത്രം വാങ്ങിയ ഒരാളാണെങ്കിലോ 4 കിട്ടിയിട്ടുണ്ടാകും, 2 ക്യൂവിലുണ്ടാകും, ബാക്കി 2 ഹോൾഡിലായിരിക്കും. അപ്പോൾ വിറ്റ് പോകാനുള്ള സാധ്യത എപ്പോഴും കൂടുതൽ NFT വാങ്ങി വെക്കുമ്പോഴാണ്. അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഹൗസ് വൈഫ്സ്, വർക്കിംഗ് പ്രൊഫഷണൽസ്, സ്റ്റുഡൻസ്, ബിസിനസ് ലീഡേഴ്സ്, ആർക്കും ഈ സിസ്റ്റത്തെ ഏറ്റെടുക്കാം. ആർക്കും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറാം. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് മനസ്സിലാക്കുക, ഏറ്റെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ ഏറ്റെടുക്കുക. സ്വാഭാവികമായിട്ട് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ ഈ ഓപ്പർച്യൂണിറ്റി സഹായിക്കും. സോ സ്റ്റാർട്ട് യുവർ ജേർണി ടുഡേ. രജിസ്റ്റർ നൗ, ബിൽഡ് യുവർ ടീം, ഏൺ ഡെയിലി മന്ത്ലി റിവാർഡ്സ്. ഇതാണ് NFTO 2020 പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിന്റെ സാധ്യത കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ ഈ വീഡിയോ ഒരു ഗൈഡ് ലൈൻസ് മാത്രമാണ്. ഈ വീഡിയോ കുറിച്ച് കൂടുതൽ പഠിക്കാൻ, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആരാണോ ഈ വീഡിയോ ഷെയർ ചെയ്തത് അദ്ദേഹത്തെ സമീപിക്കുക. അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾക്ക് nftos.com, nftos2020.com എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സാപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ആ ഗ്രൂപ്പിലൂടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കും. അവിടെ നിന്ന് ഗൈഡ് ലൈൻസ് കിട്ടി നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിന്റെ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായും ആ രൂപത്തിലേക്ക് ഈ സിസ്റ്റത്തെ പ്രയോജനപ്പെടുത്തി ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.